അത് കിച്ചു ഞാനില്ലായിരുന്നു. അപ്പം കിച്ചുവിന്റെ വ്ളോഗിൽ മോൻ വന്നിട്ട് എടുത്താണ് വീടൊക്കെ എടുത്തപ്പം. മഴയൊക്കെ ആണ്ട് പിള്ളേരൊക്കെ ഓടി നടക്കുന്ന. അപ്പം നമ്മൾ എത്ര അടുക്കി വെച്ചാലും വീട് അലങ്കോലമായിട്ട് നമ്മുടെ പിള്ളേരുള്ളവർക്ക് അറിയാം. ചേച്ചിയുടെ മക്കളും ഇവനും വെറുതെ. രേണു സുധി ഇത്രയും നാൾ ഞാൻ ഈ പേരിങ്ങനെ ഒരുമിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി മുതൽ രേണു എന്നേ ഞാൻ പറയുന്നുള്ളൂ. കാരണം സുധി എന്ന് പറയുന്ന കലാകാരന്റെ പേരുപയോഗിച്ചുകൊണ്ട് ഫെയിം ഉണ്ടാക്കുക എന്ന് പറഞ്ഞൊരു കാര്യമാണ് രേണു ചെയ്യുന്നതെന്ന് ഇപ്പൊ നാട്ടുകാർക്കെല്ലാം മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ്. സുധി എന്ന് പറഞ്ഞൊരു കലാകാരന്റെ മരണത്തെ വെച്ച് നമ്മളെയൊക്കെ പറ്റിക്കുകയായിരുന്നു എന്ന് നാട്ടുകാർക്ക് മനസ്സിലായി. കാരണം സുധിയുടെ ഓർമ്മ ദിവസം അവിടെ കുറെ കോമാളികളെ വിളിച്ചു വരുത്തി കാണിച്ചു കൂട്ടിയതൊക്കെ ഇവിടുത്തെ നാട്ടുകാരെല്ലാം കണ്ടതാണ്. അതിനുശേഷം രേണു കുറെ വീഡിയോകളുമായിട്ട് വന്നു. അതിലും സുധി എന്ന് പറയുന്ന ആള് രേണുവിന് ഫേമസ് ആകാൻ വേണ്ടിയുള്ള ഒരു പാലം മാത്രമാണ് എന്ന് നാട്ടുകാർക്ക് മനസ്സിലായി. കഴിഞ്ഞ ദിവസം സുധിയുടെ മകൻ ഒരു ഹോം ടൂർ ഇടുകയുണ്ടായി. അതിൽ സുധിക്ക് കിട്ടിയ അംഗീകാരങ്ങളെല്ലാം കട്ടിലിനടിയിൽ കിടപ്പുണ്ട്. ആദ്യകാലങ്ങളിലെല്ലാം സുധിച്ചേട്ടനാണ് എന്റെ സുധിച്ചേട്ടന് ഒരു പുതിയ വീട് വേണം, സുധിച്ചേട്ടന്റെ വീടാണത്, ആ വീട്ടിൽ എന്റെ സുധിച്ചേട്ടനുള്ളതെല്ലാം ഞാൻ പ്രദർശിപ്പിച്ചു വെക്കും എന്നൊക്കെ വന്നിരുന്നുകൊണ്ട് കരഞ്ഞു പറഞ്ഞ രേണു സുധിയുടെ സാധനങ്ങളെല്ലാം തട്ടും പുറത്തും കട്ടിലിനടിയിൽ ആക്കിയിട്ട് രേണുവിന് കിട്ടുന്ന അംഗീകാരങ്ങളുടെ സാധനങ്ങൾ മാത്രം അവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. ഈ പരിപാടിയൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്നതിന് ശേഷം എപ്പോഴത്തെ പോലെ കുറെ ന്യായീകരണങ്ങളുമായിട്ട് രേണു വന്നിട്ടുണ്ട്. എന്തായാലും സുധിയുടെ മകനിട്ട ആ വീഡിയോയും രേണുവിന്റെ ന്യായീകരണങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. എന്തോ നീ തപ്പുന്ന ആരുടെ അച്ഛന്റെ എന്തോ ട്രോഫി? പാട്ട് പാടിയ ട്രോഫികൾ 10,000 ട്രോഫികളുണ്ടോ? അതെ, ട്രോഫികളുണ്ട്. ഓഹോ, അതെ, അച്ഛന്റെ 10,000 ട്രോഫികളുണ്ട്. പക്ഷെ അതൊന്നും ആരും കാണുകയില്ല. കാരണം കട്ടിലിന്റെ അടിയിൽ കിടക്കുന്ന 10,000 ട്രോഫികൾ ആര് കാണാനാണ്? ഇതിപ്പോ പറയുമ്പോൾ ന്യായീകരിക്കാൻ കുറെ ആൾക്കാരുണ്ട്. അവരെ വെറുതെ വിടൂ എന്നാണ് പറയുന്നത്. അവരെ വെറുതെ വിടാം. അവരിനിയെങ്കിലും സുധിയുടെ പേര് ഉപയോഗിക്കാതിരിക്കട്ടെ. ഫെയിമിന് വേണ്ടി സുധിയുടെ പേര് ഇനി ഉപയോഗിച്ചു കഴിഞ്ഞാൽ സുധിക്ക് കിട്ടുന്ന ആ സഹതാപ തരംഗം ഉപയോഗിക്കാതിരുന്നു കഴിഞ്ഞാൽ രേണുവിനെ വെറുതെ വിട്ടേക്കാം. 24 മണിക്കൂറും എന്റെ സുധിച്ചേട്ടനാണേ എന്ന് പറഞ്ഞിട്ട് അയാൾക്ക് കിട്ടിയ അംഗീകാരം കട്ടിലിന്റെ അടിയിലാണ് കൊണ്ട് വെച്ചേക്കുന്നത്. പിന്നെ ഇതിൽ വേറെ ട്വിസ്റ്റ് ഉണ്ട് കേട്ടോ. അത് ബാക്കി കാണുമ്പോൾ മനസ്സിലാവും. 10,000 ട്രോഫികളുണ്ടോ? ഓഹോ, ഫുഡ് കഴിച്ചോ? ഓഹോ, രേണുവിന് കിട്ടിയിരിക്കുന്ന ട്രോഫികളെല്ലാം തുടച്ച് മിനുക്കി ടേബിളിന്റെ മണ്ടയ്ക്ക് നല്ല അടിപൊളിയായിട്ട് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. സുധിക്ക് കിട്ടിയ ട്രോഫികളെല്ലാം കട്ടിലിന്റെ അടിയിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. എന്റെ സുധിച്ചേട്ടന്റെ വീടാണ്, എന്റെ സുധിച്ചേട്ടനില്ലാതെ ഞാനില്ലേ, സുധിച്ചേട്ടന് വേണ്ടിയാണ് ജീവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് 24 മണിക്കൂറും സുധി എന്ന് പറഞ്ഞുകൊണ്ട് പേര് ഉച്ചരിച്ചുകൊണ്ടിരിക്കുന്ന രേണു സുധിയോട് അത്ര ഇഷ്ടം ഉണ്ടായിരുന്നെങ്കിൽ രേണുവിന്റെ ആ ട്രോഫിയുടെ കൂടെ സുധിയുടെ ട്രോഫിയും വെക്കില്ലായിരുന്നു. എന്റെ ഒരു സംശയമാണ്. നിങ്ങൾക്ക് കണ്ടിട്ട് എന്താണ് തോന്നുന്നതെന്ന് കമന്റ് ചെയ്യുക. എന്തായാലും ഇത് കണ്ടപ്പോൾ രേണുവിന്റെ ഒരു പഴയ വീഡിയോ, അതായത് സുധിയുടെ മരണശേഷം ഏതോ ഒരു ചാനലിൽ കൊടുത്തൊരു ഇന്റർവ്യൂവിൽ വന്നൊരു വീഡിയോ ആണ്. അതാണ് എനിക്കിപ്പോ ഓർമ്മ വരുന്നത്. നമുക്ക് ആ ഒരു വീഡിയോ ഒന്ന് കാണാം. വീട് കൊടുത്താലും എന്ത് കൊടുത്താലും എനിക്കല്ല, എനിക്കും എന്റെ പിള്ളേർക്ക് അതെ ഏട്ടനുള്ളതാണ്. എന്റെ സുധിച്ചേട്ടന് താമസിക്കുന്ന വീടായിരിക്കണം അത്. അന്ന് കരഞ്ഞുകൊണ്ട് സുധിച്ചേട്ടന്റെ വീടാണ് ഇത് എന്നൊക്കെ പറയുന്ന രേണുവിന്റെ പുറകിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാൻ സാധിക്കും സുധിയുടെ ഒരു ട്രോഫി ഇരിപ്പുണ്ട്. ഇന്ന് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരു ട്രോഫി ഒന്നും കാണാൻ സാധിക്കുകയില്ല. കാരണം ഇന്ന് സുധിയെ ആവശ്യമില്ലല്ലോ രേണുവിന്. കാരണം സുധി ഇല്ലാതെ തന്നെ ഫെയിം രേണു ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി എന്താണ് സുധിയുടെ ആവശ്യമല്ലേ? ഇനിയിപ്പോ രേണു മാത്രം. സുധിയുടെ അംഗീകാരങ്ങളും സുധിക്ക് കിട്ടിയ കാര്യങ്ങളും ഒക്കെ തട്ടിന്റെ പുറത്തും കട്ടിലിന്റെ അടിയിലുമാണ് എന്ന് മാത്രമേ ഉള്ളൂ. സുധിക്ക് കിട്ടിയ ട്രോഫി കട്ടിലിന്റെ അടിയിലാണെന്ന് നിങ്ങൾ കണ്ടു. ഇനി സുധിയുടെ ഫോട്ടോയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എവിടെയാണെന്ന് കാണണ്ടേ? സുധിയോട് ഭയങ്കര സ്നേഹമാണ്. സുധിച്ചേട്ടന്റെ ഫോട്ടോ ഞാൻ കൊണ്ട് നടക്കും എന്നൊക്കെ പറഞ്ഞ രേണുവാണ്. പക്ഷെ അത് ഇരിക്കുന്നത് തട്ടും പുറത്താണെന്നേ ഉള്ളൂ. എന്റെ അലമാരിൽ. പിന്നെ ഇത് ഫോട്ടോ ആണ്, ഇത് ഗിഫ്റ്റ് ചെയ്ത ഫോട്ടോസ് ഒക്കെയാണ്. ഇത് നമുക്ക് ഇവിടെ അടിക്കാൻ, ഭിത്തിയിൽ ഇതൊന്നും നമുക്ക് അടിക്കാൻ പറ്റത്തില്ല. എന്താ ജിപ്സം പ്ലാസ്റ്ററോ എന്തോ ഇതിന് പറയുന്നത്, ജിപ്സോ എന്ന് പറയുന്ന സാധനം നമുക്ക് ഈ ആണി വെച്ച് അടിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഓരോരുത്തർ ഗിഫ്റ്റ് ചെയ്യുന്നത് നമ്മൾ ഇവിടെ മാറ്റി വെക്കും. അത് കഴിഞ്ഞിട്ട് നമ്മളത് സ്ക്രൂ ഒക്കെ വെച്ചിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഇതെന്റെ വൺ ഓഫ് ദി ഫേവറേറ്റ് പിക്കാണ്. ഇത് എനിക്ക് വേണ്ടിയിട്ട് ചേട്ടൻ എടുത്തത്. സുധിച്ചേട്ടൻ എനിക്ക് വേണ്ടി എടുത്തുന്ന വൺ ഓഫ് ദ ഫേവറേറ്റ് പിക്കാണ്. പക്ഷെ കിടക്കുന്നത് അലമാരയുടെ മണ്ടയ്ക്ക് പൊടിയും പിടിച്ചാണ്. ഇവിടെ ആണി അടിച്ച് വെക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. പക്ഷെ ഫേവറേറ്റ് പിക്കെങ്കിലും പൊതിഞ്ഞ് സൂക്ഷിച്ച് അലമാരിക്കകത്തൊന്ന് വെക്കാമായിരുന്നല്ലോ, തട്ടുംപുറത്തെടുത്തിടാതെ. അല്ലെങ്കിൽ എവിടെയെങ്കിലും നാട്ടിയെങ്കിലും വെക്കാമല്ലോ. കാരണം സുധിച്ചേട്ടനെ കണ്ടില്ലെങ്കിൽ ഉറക്കം വരില്ല എന്നൊക്കെ പറയുന്ന രേണു ആ തട്ടുംപുറത്തെടുത്ത് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ സുധിയെ കാണും? ഇതൊക്കെ കാണുമ്പോഴാണ് സംശയം തോന്നുന്നത്. സുധി എന്ന് പറഞ്ഞ മനുഷ്യന്റെ പേര് ഉപയോഗിച്ചുകൊണ്ട് ഫെയിം നേടുകയായിരുന്നോ രേണുവിന്റെ ഉദ്ദേശം? ആ ഫെയിം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ആൾക്കാരുടെ സഹതാപം പിടിച്ചു വെച്ചാൻ വേണ്ടി സുധി എന്ന് വന്ന് അലർന്നതാണോ എന്നും ചെറിയൊരു ഡൗട്ടുണ്ട്.
ആണ് സ്റ്റാർ മാജിക് തമാർ പടാറുള്ളപ്പോൾ ആദ്യമായിട്ട് ചെന്നപ്പോൾ ഈ ഷർട്ടൊക്കെ അവിടെ നിന്ന് കൊടുക്കുന്ന ഷർട്ടാണ് കേട്ടോ, തിരിച്ചു കൊടുക്കണം. അപ്പം എന്ത് ഭംഗിയാ ചേട്ടൻ, എനിക്ക് സുന്ദരൻ, എൻ്റെ സൂചന ഭയങ്കര സുന്ദരനാന്ന് തെളിയിക്കുന്ന ഒരു ഫോട്ടോയാണ്. നിങ്ങൾ സൂചിച്ചാണെ അന്ന് കുറ്റം പറഞ്ഞവരും ഇപ്പൊ അങ്ങനെ അങ്ങനെയാന്ന് പറയുന്നവരും കൊള്ളത്തില്ലെന്ന് പറയുന്നവരും ഒരു കാര്യം ഞാൻ പറയും, ഇതായിരുന്നു എൻ്റെ സൂചന. അല്ല, ആര് കുറ്റം പറഞ്ഞു? നമ്മളാലും സുധിയെ കൊള്ളില്ല എന്നോ കാണാൻ കൊള്ളില്ലെന്നോ ഉള്ള ഒരു പരാമർശവും എങ്ങും നടത്തിയിട്ടില്ല. ചുമ്മാ അങ്ങ് തട്ടി വിടുകയാണ്. കേറുന്നെങ്കിൽ കേറട്ടെ, അതിന്റെ ഒരു സഹതാപം കൂടെ കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ എന്ന് കരുതിക്കൊണ്ട്. എന്റെ ഇടവിൽ ആരും രേണു പറയുന്ന പോലത്തെ ഒരു പരാമർശം സുധിയെ കുറിച്ച് ആരും തന്നെ നടത്തിയിട്ടില്ല. ചേട്ടൻ എന്ത് ഭംഗിയായിരുന്നു കാണാൻ, ഭയങ്കര ഭംഗി. ഇതാണ് എന്റെ ഫേവറേറ്റ്. എനിക്ക് എന്താ പറയാ, ഇതെപ്പോഴും എന്റെ കൂടെ കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പിന്നെ ബാഗിൽ സ്ഥലമൊന്നും ഇല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ ഞാൻ തുണിയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഇത് വെക്കും, ഞാൻ ആരും കാണിക്കാറില്ല. ഇപ്പം എന്താ പറയാ, ഇതാണ് എന്റെ ലഗേജ് ബാഗ്. ഞാൻ സാധനം എല്ലാം എടുത്ത് വെളിയിൽ ഇറക്കിയപ്പം ഞാൻ എടുത്ത് വെച്ചതാണ്. ഇത് ഞാൻ അങ്ങനെ അധികം ആരെയും കാണിക്കാറില്ല, കാരണം എനിക്ക് കാണണമെന്ന് തോന്നുമ്പോൾ ഞാൻ കാണും. പിന്നെ ഇത് തന്നെ സെയിം ഫോണിലുണ്ടല്ലോ. സോ ഇതെന്റെ ഫേവറേറ്റ്, വൺ ഓഫ് ദി ഫേവറേറ്റ് പിക്കാണ് ഇത്. സ്റ്റാർ മാജിക് അല്ലെങ്കിൽ തമാർ പടാർ വേദിയിൽ അവിടെ ഇരുന്നപ്പോൾ എടുത്ത പിക്കാണ്. ഏട്ടൻ്റെ മീശ, ഈശോ അമ്മ ഭയങ്കര ഇഷ്ടമാണ്. ഈ ഹെയർ, മീശ, കണ്ണ് എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മിസ് യു ചോദിച്ചേട്ടാ, മിസ് യു അമ്മ. ഇവിടെ സുധി എന്ന് പറയുമ്പോൾ തേനും പാലും ഒഴുകുകയാണ് രേണുവിന്റെ വായിൽ നിന്ന്. പക്ഷെ വീണ്ടും ആ ഫോട്ടോ എടുത്തു വെക്കുന്നത് തട്ടമ്പുറത്ത് തന്നെയാണ്. ഭയങ്കര ഫേവറേറ്റ് ആണ്. അതൊന്നും പൊതിഞ്ഞ് അലമാരിക്കകത്ത് വെക്കണമെന്ന് പോലും തോന്നുന്നില്ല. പിന്നെ സുചേട്ടന്റെ മീശ കണ്ടോ, ഇത് കണ്ടോ, അത് കണ്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് എക്സാജുറേറ്റഡ് ആയിട്ട് കാര്യങ്ങൾ പറയുമ്പോൾ ആരെയൊക്കെ ബോധിപ്പിക്കാൻ വേണ്ടി, അതായത് തനിക്ക് സുചേട്ടനെ ഭയങ്കര ഇഷ്ടമായിരുന്നു എന്ന് ആരെയൊക്കെയോ ബോധിപ്പിക്കാൻ വേണ്ടി രേണു വല്ലാതെ ശ്രമിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും സുധിയുടെ സ്ഥാനം ഇപ്പൊ എവിടെയാണെന്ന് കണ്ടല്ലോ, കട്ടൻകടിയിലും അലമാരയുടെ മേളിലുമാണ് സുധിയുടെ ഇപ്പോഴത്തെ സ്ഥാനം. രേണുവിന്റെ ട്രോഫിയൊക്കെ അങ്ങനെ വെക്കാൻ കുഴപ്പമൊന്നുമില്ല. സുധിയുടെ ട്രോഫി കട്ടന്റെ അടിയിലും വെക്കാം. എന്തായാലും ഈ കാര്യങ്ങളൊക്കെ നാട്ടുകാർ കണ്ടപ്പോൾ അതൊക്കെ ചോദ്യം ചെയ്യാൻ തുടങ്ങിയപ്പോൾ എന്തെങ്കിലുമൊക്കെ ന്യായം പറഞ്ഞുകൊണ്ട് വരണ്ടേ. അപ്പൊ പറഞ്ഞുകൊണ്ട് വന്ന ന്യായം നിങ്ങളൊന്ന് കേട്ടു നോക്കുക, എന്നിട്ട് അതിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഒരു വീഡിയോ ഒന്ന് കണ്ടു, സുധിചേട്ടന്റെ അവാർഡ് മാറ്റി വെച്ചു എന്ന് പറഞ്ഞു. അപ്പൊ അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? നമ്മുടെ കുഞ്ഞ് ഋതപ്പന് ആ പ്രായമാണ്, കുഞ്ഞാണ്. അപ്പൊ അവൻ അതെടുത്ത് നശിപ്പിക്കുന്നത് പാത്തിരുന്ന് കളിക്കും. അവൻ അതെടുത്തിട്ട് ചിലപ്പം തടിയല്ലേ, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒടിച്ചു കളഞ്ഞാൽ പിന്നെ ഒരിക്കലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ല നമുക്ക്. അതുകൊണ്ട് ഞാനതെടുത്ത് സൂക്ഷിച്ചു വെച്ചതാണ് ഓരോ അവാർഡുകൾ. നല്ല അടിപൊളി ന്യായം. ഇതാകുമ്പോ ഋതപ്പിന് കൈയെത്തുകയൊന്നുമില്ലല്ലോ, കട്ടലിന്റെ അടിയിൽ പിന്നെ കൊച്ചിന് കയറാൻ പറ്റിയില്ലല്ലോ, കൊച്ചിന് അറിയത്തുമില്ലല്ലോ അവിടെ ഇരിക്കുന്നതെന്ന്. എന്തൊരു ന്യായമൊക്കെയാണോ എന്താ. എന്തായാലും ഈ പറയുന്നതല്ല നിങ്ങൾ വിശ്വസിക്കണം കേട്ടോ, കാരണം ഇത് നിങ്ങൾ വിശ്വസിച്ച് രേണുസുധിയെ എനിക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കണം. നമുക്കിനി മുന്നോട്ട് എന്തെങ്കിലും കാര്യങ്ങൾക്ക് അവാർഡ് വെക്കാനുള്ള സാധനങ്ങളൊക്കെ നമ്മൾ സെറ്റ് ആക്കിയിട്ട്, വീടിനകത്ത് അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ല. കമന്റ് ബോക്സിൽ വന്നേക്കുന്നതാണ് രേണുവിന്റെ അവാർഡ് എടുത്തിട്ട് മുകളിൽ വെച്ചു, സുധിച്ചേട്ടന്റെ അവാർഡ് എടുത്തിട്ട് കട്ടിലിന്റെ അടിയിൽ വെച്ച് ഒളിപ്പിച്ചു. രേണുവിന് ഒരു മാസം കൊണ്ടല്ലേ ഇത്ര ഒരു അഞ്ച് അവാർഡ്. അതല്ല ഞാൻ ഇങ്ങനെ വരുമ്പോ അങ്ങനെ എടുത്ത് വെക്കുന്നതല്ല, അത് സൂക്ഷിച്ചു വെച്ചതല്ല. സുചേട്ടന്റെ അവാർഡ് കുഞ്ഞു കളയാതിരിക്കാൻ വേണ്ടി. കുഞ്ഞല്ലേ അവൻ, ആ പ്രായമാണ്. ചേച്ചിയുടെ മക്കളും കൂടെ അവിടെ വരുമ്പം ഇവര് മൂന്നുപേരും കൂടെ ഞാൻ അറിയാതെ ഫോൺ എടുത്ത് കളിക്കും. ഒരു ദിവസം ഞാൻ വീട്ടിൽ ചെന്നപ്പോ സൂചേട്ടന്റെ പൊട്ടും കണ്ണ് എഴുതിയേക്കുന്നു സൂചേട്ടന്റെ ഫോട്ടോ. ഞാൻ അച്ഛനെ ഒരുക്കിയതായിരുന്നു. അവന്റെ മോനെ അങ്ങനെ ചെയ്യരുത്, 5 വയസ്സായതേ ഉള്ളൂ. ന്യായീകരണങ്ങളൊക്കെ കൊള്ളാം രേണു, പക്ഷെ ഒരു ചെറിയ ട്വിസ്റ്റ് ഉണ്ട്. കാരണം രേണു ഈ വീട്ടിലേക്ക് ഷിഫ്റ്റ് ആയിട്ട് ഏകദേശം 8 മാസത്തോളമായി. ഈ 8 മാസമായിട്ടും സുധിക്ക് കിട്ടിയ അംഗീകാരങ്ങൾ ഒരു ഷെൽഫിലാക്കി വെക്കാനോ സുധിയുടെ ഫോട്ടോ ഒന്ന് സ്ക്രൂ ചെയ്ത് ഭിത്തിയിൽ വെക്കാനോ ഉള്ള സമയം രേണുവിന് കിട്ടിയതേ ഇല്ല. കാരണം അത്രയും സ്നേഹമാണ് സുധിയോട്. സുധിയോട് ഭയങ്കര സ്നേഹം ഒലിച്ചങ്ങ് കിടക്കുകയാണ്. 8 മാസമായിട്ട് ഇതിനൊന്നും സമയം കിട്ടിയില്ല. രേണുവിന്റെ എല്ലാം നല്ല നല്ല ഷേപ്പിൽ തന്നെ ആ ടേബിളിൽ കൊണ്ടുവച്ചിട്ടുണ്ട്, അതിനൊക്കെ സമയമുണ്ട്. സുധിയുടെ ജസ്റ്റ് ആ കട്ടിങ് കീഴിലോട്ട് ചുറ്റിവിടാനും അലമാരയുടെ മണ്ടയ്ക്ക് എടുത്ത് വെക്കാനുള്ള സമയമേ കിട്ടിയുള്ളൂ. എന്റെ സുധിച്ചേട്ടൻ അണ്ണേ, എന്റെ സുധിച്ചേട്ടനെ കണ്ടു, സുധിച്ചേട്ടൻ സുന്ദരന് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളെ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി കുറെ പ്രയാസനവും. എന്തായാലും വിവരമുള്ളവർക്ക് ഇപ്പൊ തന്നെ കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണും. അല്ലാത്തവരെന്താന്ന് വെച്ചാൽ ചെയ്യുക. ആ വീഡിയോ ഉണ്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് കമന്റ് ചെയ്യുക ഗൈസ്.